അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI കേസെടുത്തു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കൊച്ചി യൂണിറ്റാണ് കേസെടുത്തത്. എസ് ശ്രീകാന്ത് ഉണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? നേരത്തെ ജോമോൻ പുത്തമ്പുരയ്ക്കൽ 2018 നൽകിയ ഹർജിക്ക് പിന്നാലെയാണ് ഈ അടുത്ത് ജസ്റ്റിസ് K ബാബുവിന്റെ സിംഗിൾ ബെഞ്ച് KM എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. നിലവിലിപ്പോൾ ആന്റി കറപ്ഷൻ ബ്യൂറോ CBIയുടെ കൊച്ചിയിലെ യൂണിറ്റാണ്. അവരാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിലവിൽ ഡൽഹിയിൽ നിന്നും അവർ അനുമതി തേടിയിരുന്നു ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന്. അതിന്റേതായ കാലതാമസം ഉണ്ടായി എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി CEOയുമാണ് KM എബ്രഹാം. ആ പദവികൾ അദ്ദേഹം ഒഴിയുമോ ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്. മുഖ്യമന്ത്രി നടപടി എടുക്കുന്നെങ്കിൽ തനിക്കെതിരെ എടുക്കട്ടെ, താനായി ഒഴിയില്ല എന്ന് നേരത്തെ KM എബ്രഹാം ഈ കിഫ്ബിയിലെ ജീവനക്കാർക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ എന്ത് നിലപാടെടുക്കും, പ്രതിപക്ഷം എന്തായിരിക്കും ഇദ്ദേഹത്തിനെതിരെ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നതെല്ലാം തന്നെ ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. ഇനി വരുന്ന മണിക്കൂറുകളിൽ അത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയാകാൻ പോകുന്നതും. എന്തായാലും CBI അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ ഷെഡ്യൂൾഡ് ഒഫൻസ് ഉണ്ടായ സ്ഥിതിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണവും ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത്. ശരി, എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.